ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്പിനാഷ് എഗ് തോരൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ലഞ്ച് ബോക്സിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ സ്പിനാഷ് എഗ് എന്ന് പറയുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം 1.5 ടീസ്പൂൺ മതി. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് കരിവേപ്പിലയും 2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, 2 പച്ചമുളക് കീറിയതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാൻ ഇടുന്നത്. ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു സവാള നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതിനൊക്കെ ഒന്ന് അല്ലിയൊക്കെ വിടർത്തിയെടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ കളർ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ മാത്രം നമുക്ക് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 എഗ്ഗാണ്. എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കാം. നിങ്ങൾക്ക് മഞ്ഞ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മുട്ടയ്ക്കും അതേപോലെ ചീരയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക കേട്ടോ. മുട്ട നല്ല ടേസ്റ്റാണ് ഈ മുട്ടയും ചീരയും കൂടി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചീരയാണ്. ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിരിക്കുന്ന ചീരയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം നമ്മുടെ ചീര പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഇരിക്കും കേട്ടോ, കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട്, വറവ് പോലെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മുട്ടയും അതേപോലെ ചീരയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. കുറച്ചൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. സിമ്മിലാണ് ഇടേണ്ടത് കേട്ടോ, ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല. അപ്പോൾ 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മിനിമം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 4 ടീസ്പൂണാണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ചതച്ച മുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചതച്ച മുളക് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ആ ഒരു വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തല്ലോ, അപ്പോൾ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പിനാഷ് എഗ് തോരൻ ഉണ്ടാക്കാനുള്ള റെസിപ്പി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.